നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 67.3 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. തീവ്രവാദ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് സ്വരൂപിച്ചതെന്ന് കരുതുന്ന വസ്തുക്കൾക്കെതിരെ 2002 കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് നടപടിയെടുത്തത്. ഇതോടെ 2 ഘട്ടങ്ങളായി സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള 129 കോടി രൂപയുടെ വസ്തുക്കൾ ED മരവിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വിഭാഗമായ SDPIയുടെയും വിവിധ ട്രസ്റ്റുകളുടെയും പേരിലാണ് സ്വത്തുക്കൾ കൈവശം വെച്ചിരുന്നതെന്ന് EDയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഗ്രീൻ വാലി ഫൗണ്ടേഷൻ, ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, പത്തനംതിട്ടയിലെ പന്തളം എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക സെൻട്രൽ ട്രസ്റ്റ്, മലപ്പുറം പൂവഞ്ചിനയിലെ ഹരിതം ഫൗണ്ടേഷൻ, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട്ടെ വള്ളുവനാട് ട്രസ്റ്റ് എന്നിവയ്ക്ക് പുറമെ SDPIയുടെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ ഭൂമികളും കണ്ടുകെട്ടിയവയിലുണ്ട്. വള്ളുവനാട് ഹൗസ്, മലബാർ ഹൗസ് എന്നിവിടങ്ങളിൽ കായിക പരിശീലനം നൽകിയിരുന്നതായും ഇതിനുവേണ്ടി ഷെഡുകൾ നിർമ്മിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ED അറിയിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ 2022 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. 2009 രൂപീകരിച്ച SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുള്ള ഹവാല ഇടപാടിലൂടെ സംഭാവനകൾ സ്വീകരിച്ചുവെന്നും ഫണ്ട് ശേഖരിച്ചുവെന്നും ED നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം EDയും NIAയും സംസ്ഥാന പോലീസും സംഘടനയ്ക്കെതിരെ അന്വേഷണം ശക്തമാക്കി. ഇതിനകം നിരവധി കുറ്റപത്രങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത്. ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെ 28 നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.